നമസ്കാരം. ലീഗൽ തോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2024 5 വോളിയം KLT 561, അതായത് വളരെ റീസെൻ്റായിട്ട് വന്ന KLTയിൽ റിപ്പോർട്ട് ചെയ്തു വന്ന അനിത വേഴ്സസ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന ഒരു കേസ് സ്റ്റഡി നടത്താം എന്ന് വിചാരിച്ചു. കാരണം അത് ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഇഷ്യൂ ഹിന്ദു മാരേജ് ആക്ടിലെ സെക്ഷൻ 16 അതുപോലെ തന്നെ അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 4 ഡിസിഷൻസ് അനലൈസ് ചെയ്തിട്ടുണ്ട്. ആ ഡിസിഷൻസ് ഞാൻ പറയാം. അതും റെഫറൻസിന് വളരെ അനുയോജ്യമായ 4 ഡിസിഷൻസാണ്. ഒന്ന്, സരള മുദ്ഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1995 2 വോളിയം KLT 4-5. 2, ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2000 6 വോളിയം SCC 224. CK പ്രഹ്ലാദ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക 2008 15 SCC 577. അതുപോലെ വിദ്യാഹരി വേഴ്സസ് സുകർണ ഭായി 2008 2 വോളിയം SCC 238. ഈ 4 ഡിസിഷൻസും കഴിയുന്നിടത്തോളം ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ഇനിയും ഈ കേസ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ്റെ 5/9/2024 വിധിയാണ്. ഇതിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിവാഹിതനായ ഒരു ഹിന്ദു മതപരിവർത്തനത്തിലൂടെ മറ്റൊരു വിവാഹം കഴിച്ചാൽ, ആദ്യ വിവാഹം നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിച്ചാൽ അതിൻ്റെ ആ വിവാഹത്തിൻ്റെയും അതിനെ തുടർന്നുണ്ടാകുന്ന ജനിക്കുന്ന കുട്ടികളുടെയും ലീഗൽ സ്റ്റാറ്റസ് എന്താണ് എന്നതാണ് ഇതിനകത്ത് ചർച്ച ചെയ്ത വിഷയം. സെക്ഷൻ 16 പൂർണ്ണമായിട്ടും അഫേം ചെയ്തുകൊണ്ടുവന്ന ഒരു ഹിന്ദു മാരേജ് ആക്ടിലെ സെക്ഷൻ 16 അഫേം ചെയ്തുകൊണ്ടുവന്ന ഒരു റൂളിംഗാണ്. ഇതിൻ്റെ ഫാക്റ്റ് ചുരുക്കുമെന്ന് പറഞ്ഞാൽ, ശ്രീനിവാസൻ എന്ന ഒരാൾ അദ്ദേഹത്തിന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം ആദ്യം ഒരു ഹിന്ദു മതാചാരപ്രകാരം വിവാഹം കഴിക്കുന്നു. അതിലൊരു കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളിൽ വഴക്കുണ്ടാവുകയും പിരിഞ്ഞു താമസിക്കുകയും ചെയ്തതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ കോഴിക്കോട് കുടുംബ കോടതിയിൽ സമീപിക്കുകയും കുടുംബ കോടതിയിൽ നിന്ന് 3000 രൂപ പ്രതിമാസം ജീവനാംശം ലഭിക്കുന്നതിന് വേണ്ടി വിധി സമ്പാദിക്കുകയും ചെയ്തു. ഇപ്രകാരം ഇരിക്കെ മലപ്പുറം ഫാമിലി കോടതിയിൽ നിന്നും ഭർത്താവ്, അതായത് ശ്രീനിവാസൻ, ഒരു വിവാഹമോചന ഹർജി ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഒരു എക്സ്പാർട്ടി വിധി ഉണ്ടാവുകയും അത് തുടർന്ന് കോടതി തന്നെ സെറ്റ് സൈഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ സെറ്റ് സൈഡ് ചെയ്ത് നിലനിൽക്കെ ഈ ശ്രീനിവാസൻ മരണപ്പെടുന്നു. മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, പെൻഷനറി ബെനിഫിറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ഭാര്യ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ സമീപിക്കുമ്പോൾ അവർ ഇതിനകത്തൊരു തർക്കം പറയുന്നു. എന്തെന്ന് വെച്ചാൽ, ശ്രീനിവാസന് ഒരു 2ാം ഭാര്യ ഉണ്ടായിരുന്നെന്നും ആ 2ാം ഭാര്യ ഒരു ലീഗൽ ഏഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ ഹാജരാക്കിയിട്ടുണ്ടെന്നും അതനുസരിച്ച് ആ 2ാം ഭാര്യയ്ക്കും അയാളുടെ 2ാം ഭാര്യയിൽ ജനിച്ച 3 മക്കൾക്കുമാണ് അവകാശം എന്ന് ലീഗൽ ഏഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണുന്നുവെന്നും അതുകൊണ്ട് ആ തർക്കം പരിഹരിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ ഭാര്യ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ്, തഹസിൽദാർ ഇഷ്യൂ ചെയ്ത ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ചാലഞ്ച് ചെയ്തുകൊണ്ട് ഒരു ഹർജി ബോധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി വന്നത്. ഈ വിധിയുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്, തഹസിൽദാർ ഇഷ്യൂ ചെയ്ത അന്തിമ വിധി ആയി വന്നത്, തഹസിൽദാർ ഇഷ്യൂ ചെയ്ത ലീഗൽ ഏഷൻ സർട്ടിഫിക്കറ്റ് കോടതി അസാധുവാക്കുകയും പുതിയ ഒരു ലീഗൽ ഏഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിർദ്ദേശം നൽകുകയും അതനുസരിച്ച് ആദ്യ ഭാര്യയും അതിൽ ജനിച്ച കുഞ്ഞും ശ്രീനിവാസൻ്റെ അമ്മയും 2ാം ഭാര്യയിൽ ജനിച്ച മക്കളും ലീഗൽ എയ്ഡ്സായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ 2ാം ഭാര്യയിൽ ജനിച്ച മക്കൾക്ക് മാത്രമേ അവകാശമുള്ളൂ, 2ാം ഭാര്യയ്ക്ക് അവകാശമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞത്, ആസ് പെർ സെക്ഷൻ 16 ദ ചിൽഡ്രൻ ബോൺ ഔട്ട് ഓഫ് ദി വോയിഡ് മാരേജ് വിൽ ആൾസോ ഹാവ് റൈറ്റ് ടു ദ പ്രോപ്പർട്ടി ഓഫ് ദ പാർട്ടീസ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈവൻ ദോ ദ മാരേജ് ഇസ് വോയിഡ്, വിവാഹബന്ധം അസാധുവാണെങ്കിൽ കൂടി അതിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഈ ജീവനാംശത്തിന് അച്ഛൻ്റെ സ്വത്തിന് അവകാശമുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണ് അതിനകത്ത് നടത്തിയത്. ഇത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഡിസിഷൻസ് ഉണ്ടല്ലോ,
സരള മുദ്ഗാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഈ 2 ഡിസിഷനിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് ആദ്യ വിവാഹം നിലനിൽക്കെ അത് നിയമപരമായി ഹിന്ദു മാരേജ് ആക്ടിൽ പറയും പ്രകാരം വേർപെടുത്താതെ രണ്ടാമതൊരു വിവാഹം ഏത് രീതിയിൽ കഴിച്ചാലും, മതപരിവർത്തനത്തിലൂടെ കഴിച്ചാലും അല്ലാതെ കഴിച്ചാലും ആ രണ്ടാമത്തെ വിവാഹം ഓയിഡ് അഥവാ അസാധുവാണെന്നും അപ്രകാരം വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നയാളിനെ IPC 494 പ്രകാരം, അതായത് ബൈഗമി, ബഹുഭാര്യാത്വത്തിന് വേണ്ടിയിട്ട് ആ കുറ്റം ചെയ്തു എന്ന കാരണത്താൽ പ്രോസിക്യൂട്ട് ചെയ്യുവാനും അധികാരമുണ്ട് എന്ന് കാണുകയുണ്ടായി. പിന്നെ ഇതിനകത്ത് ഈ ലില്ലി തോമസിൻ്റെ ഡിസിഷൻ വന്നപ്പോഴത്തേക്ക് അതിൽ വന്ന ഒരു ഒബ്സർവേഷൻ നമ്മൾ നിയമ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നിയമത്തെ കുറിച്ച് അറിയുവാൻ താല്പര്യപ്പെടുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ അതൊന്ന് സൂചിപ്പിക്കാം. അതായത് ഒരു റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് എങ്ങനെയാണ് ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും കോടതികൾ നിയമത്തെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്, നിയമം നിർമ്മിക്കുകയല്ല. നിയമം നിർമ്മിക്കുന്ന ഉത്തരവാദിത്വം ലെജിസ്ലേച്ചറിനാണ്. അപ്പോൾ ഈ നിയമം വ്യാഖ്യാനിക്കുമ്പോൾ ആ നിയമം പുതുതായിട്ട് വരുന്നതല്ല, മുൻപ് അവിടെ ഉണ്ടായിരുന്ന ഒരു നിയമമാണ്. ആ നിയമത്തെ വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഇൻ്റർപ്രിട്ടേഷൻസ് ഹാവിങ് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ്, പ്രോസ്പെക്റ്റീവ് അല്ല. അതായത് ഇറ്റ് ഈസ് എ സെറ്റിൽഡ് പ്രിൻസിപ്പിൾ ദാറ്റ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എ പ്രൊവിഷൻ ഓഫ് ലോ റിലേറ്റ്സ് ബാക്ക് ടു ദ ഡേറ്റ് ഓഫ് ദ ലാ ഇറ്റ്സെൽഫ് ആൻഡ് കനോട്ട് ബി പ്രോസ്പെക്റ്റീവ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ജഡ്ജ്മെൻറ്റ്. ആ ജഡ്ജ്മെൻറ്റ് പറഞ്ഞ തീയതി മുതലല്ല അത് നിലവിൽ വരുന്നത്, മറിച്ച് ആ നിയമം എന്ന് പാസ്സാക്കിയോ ആ ദിവസം മുതലാണ് ഇൻ്റർപ്രിട്ടേഷൻസ് വരുന്നത്. ബിക്കോസ് കൺസീഡഡ്ലി ദ കോർട്ട് ഡസ് നോട്ട് ലെജിസ്ലേറ്റ് ബട്ട് ഓൺലി ഗീവ്സ് ആൻ ഇൻ്റർപ്രിട്ടേഷൻ ടു ആൻ എക്സിസ്റ്റിംഗ് ലോ. നിലവിലുണ്ടായിരുന്ന ഒരു നിയമത്തിന് ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുകയാണ്. അതുകൊണ്ട് ആ ഇൻ്റർപ്രിട്ടേഷൻ റിലേറ്റ്സ് ബാക്ക് ടു ദ ഡേറ്റ് ഓഫ് ദി ജഡ്ജ്മെൻറ്റ്. അത് ലില്ലി തോമസിൻ്റെ ഡിസിഷൻ വായിച്ചാൽ അത് കൂടുതൽ ക്ലിയർ ആവും. അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഞാൻ കോട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ നമ്മൾ സാധാരണ കേൾക്കാനുള്ളതാണ് ഈ ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അഥവാ സക്സഷൻ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്ന സംഗതികൾ. സക്സഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നോമിനി, ഇത്തരം സംഗതികളുടെ ഒരു സാങ്ക്ടിറ്റിയെക്കുറിച്ച് ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച CK പ്രഹ്ലാദാസ് കേസിൽ ഇതേ ഡിസിഷനിൽ തന്നെ ഒരു കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ നോക്കുന്നതിന് പ്രഹ്ലാദാസ് ഡിസിഷൻ നോക്കിയാൽ മതി. എ സക്സഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഗ്രാൻറ്റഡ് ഫോർ എ ലിമിറ്റഡ് പർപ്പസ്. ഇപ്പം നമ്മൾ പറയും ഒരു സക്സഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്വത്ത് തരാൻ പറ്റത്തുള്ളൂ എന്ന് ചില സ്ഥാപനങ്ങൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു സക്സഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി കോടതിയെയോ അല്ലെങ്കിൽ തഹസീൽദാറിനെയോ സമീപിക്കുന്നു, നമ്മൾ അവിടെ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ ചില അധികാര സ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത് പറയുന്നു ഇതിനകത്ത് നോമിനി വെക്കണം. നോമിനി വെച്ചെങ്കിൽ മാത്രമേ ആ നോമിനിക്ക് ഇതിൻ്റെ അവകാശങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താണ് ഒരു നോമിനിയുടെ സ്റ്റാറ്റസ്? എന്താണ് ഒരു സക്സഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലീഗൽ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരാളുടെ സ്റ്റാറ്റസ് എന്താണ്? Though it was issued by a particular authority, that certificate doesn't mean that it is having a right over the title of that property. അതാണ് ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു സക്സസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോമിനിയായി എന്ന് വിചാരിച്ച് ആ ടൈറ്റിലിന് ഒരു അന്തിമ അവകാശം ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ടൈറ്റിൽ ഈസ് ആൾവേസ് എക്സിസ്റ്റഡ് whenever a real title holder comes in the picture. And that title holder is entitled to get that property. So that holder of the succession certificate or nominee has to pass over that property to the title holder. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഭവം, നിയമത്തിൻ്റെ മുന്നിൽ ടൈറ്റിൽ ആണ് നിലനിൽക്കുന്നത്, മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഒന്നുമല്ല. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എ സക്സഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഗ്രാൻറ്റഡ് ടു എ ലിമിറ്റഡ് പർപ്പസ്. A court granting a succession certificate does not decide the question of title. അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ഓഫ് ടൈറ്റിൽ ഡിസൈഡ് ചെയ്തില്ല. സക്സസ് സർട്ടിഫിക്കറ്റിന് വരുന്നു, കോടതി ആണെങ്കിൽ അല്ലെങ്കിൽ അധികാരികളാണെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട റെക്കോർഡുകൾ പരിശോധിക്കുന്നു അല്ലെങ്കിൽ മൊഴികൾ രേഖപ്പെടുത്തുന്നു. അതിനുശേഷം ഒരു ടൈറ്റിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. That doesn't mean that it is a conclusive right over the title of the property. So a nominee or holder of certificate has a duty to hand over the property to the person who has a legal title thereto. So subsequently a legal dispute arose with respect to the title of the property. That property holder became getting the title will be the actual owner of the property. So the possessor or holder of the certificate has obliged to hand over the
പ്രോപ്പർട്ടി ടു ദ റിയൽ ടൈറ്റിൽ ഹോൾഡർ. അപ്പോൾ റിയൽ ടൈറ്റിൽ എപ്പോൾ തീരുമാനിച്ചോ അപ്പോൾ സക്സഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഹോൾഡർ ഹാസ് ടു ഹാൻഡ് ഓവർ ദി പ്രോപ്പർട്ടി ടു ദ റിയൽ ടൈറ്റിൽ ഹോൾഡർ. അപ്പം അതിനെക്കുറിച്ചും വിശദമായിട്ട് പരിശോധിക്കുന്നതിന് പ്രഹ്ലാദാസ് ഡിസിഷൻ നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ കോടതി കൺക്ലൂഡഡ് ആയിട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ദ കോർട്ട് ഹാസ് ഹെൽഡ് ദാറ്റ് ദ ചിൽഡ്രൻ ബോൺ ഔട്ട് ഓഫ് എ വോയിഡ് മാരേജ് വിൽ ആൾസോ ഹാവ് റൈറ്റ് ടു ദ പ്രോപ്പർട്ടി ഓഫ് ദ പേരൻസ്. അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനായി ഡിസൈഡ് ചെയ്യപ്പെട്ടത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ മുൻ വീഡിയോകളിലും ഈ വീഡിയോകളിലും എല്ലാം ഡിസൈഡ് ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്, കമൻറ്റുകൾ അറിയിക്കുന്നുണ്ട്. തുടർന്നും ഈ വീഡിയോ നിങ്ങൾ കാണുകയും അതിന് പ്രോത്സാഹനജനകമായ രീതിയിൽ അനുയോജ്യമായ രീതിയിലുള്ള കമൻറ്റുകളും നിർദ്ദേശങ്ങളും തരണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകൾക്കും വളരെ നന്ദിയുണ്ട്. പുതിയ ഒരു വീഡിയോയും പുതിയൊരു വിഷയവുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. നന്ദി, നമസ്കാരം.